3500 രൂപയോളം വില വരുന്നുണ്ട് നമ്മുടെ ഈ പാലിന്. എത്ര ലിറ്ററിനാണ്? 1 ലിറ്ററിനാണ് ഈ 3500 രൂപ വരുന്നത്. നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും പഠിപ്പിക്കും. കാരണം വീട്ടമ്മമാർ അത് ചെയ്യണം. രഹസ്യമൊന്നുമില്ല. F0 ഇന്ന് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിനടുത്തായിട്ട് ആനക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫെഡോറ എന്ന് പറയുന്ന ഒരു സംരംഭമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. റിജി ചേച്ചി ഇവിടെ ഒരു 3500ഓളം രൂപ വില വരുന്ന പാൽ വെച്ചിട്ട് സോപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വില പാലിനുണ്ടെങ്കിലും ചെയ്തെടുക്കുന്ന സോപ്പുകൾക്ക് അത്ര വിലയൊന്നുമില്ല കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കപ്പെടുന്ന എന്നാൽ ഒത്തിരി ഗുണമുള്ള രീതിയിലാണ് ഈ സോപ്പുകളൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ് റിജി ചേച്ചി ഇത് ചെയ്തെടുക്കുന്നത് എന്നുള്ള വിശേഷങ്ങൾ നമ്മൾ കടക്കുകയാണ് നേരെ ഫെഡോറയുടെ വിശേഷങ്ങളിലേക്ക്. ഫെഡോറയുടെ സംരംഭകയായിട്ടുള്ള റിജി ചേച്ചി ഇത് നമുക്ക് കാണാൻ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല 3500 മുകളിലാണ് 1 ലിറ്റർ പാലിന്റെ വില. പാല് വാങ്ങിച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുകയാണ്. ഡോങ്കി മിൽക്ക്. അതെ, എല്ലാവരും ഇപ്പൊ സൗന്ദര്യം നോക്കുകയാണല്ലോ. അപ്പൊ എല്ലാവർക്കും അറിയാം ഡോങ്കി മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണങ്ങളെന്ന് അറിഞ്ഞു തുടങ്ങി. എല്ലാവർക്കും ആർക്കും പകുതി പേർക്ക് അറിഞ്ഞു വരുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ സോപ്പ് ഉപയോഗിച്ച് ഇപ്പൊ എല്ലാവർക്കും ഡോങ്കി മിൽക്ക് സോപ്പേ വേണ്ടു. അപ്പൊ കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരെ ഡോങ്കി മിൽക്ക് സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോഫ്റ്റ്നെസ് വരാനും സ്കിന്നിന് പ്രായം തോന്നിക്കാതിരിക്കാനും കൂടിയും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു രഹസ്യം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുവിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഡോങ്കി മിൽക്ക് സോപ്പ്. നമുക്കല്ലാതെ തന്നെ കുറെ സോപ്പുകളുണ്ട്. ഓരോന്നിനും ഓരോ പർപ്പസ് ആണ്. പക്ഷെ കുഞ്ഞു മക്കൾ തൊട്ട് വലിയവർക്ക് വരെ ഉപയോഗിക്കാവുന്ന SLS ഫ്രീയും പാരബൻ ഫ്രീ ആയിട്ടുള്ള സോപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഒരു കാഴ്ച എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം. പിന്നെ എന്താ കാണിക്കാലോ. ഡോങ്കി മിൽക്ക് സോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് പാല് കൊണ്ടുവന്നതിന് ശേഷം ഇത് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിൽ പാടകിട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ ഒന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്ത് നമ്മൾ സോപ്പിന്റെ ബേസിലേക്ക് അപ്ലൈ ചെയ്ത് പിന്നെ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ച് പിന്നെ നമ്മുടേതായ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുണ്ട്. അത് നമുക്ക് മാത്രമുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അത് ആഡ് ഗുണത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി ഗുണം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമ്മുടെ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ആർക്കും പിന്നീട് വാങ്ങിക്കാൻ തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യണം. ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിലോ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മോൾഡിലോട്ട് ഇത് ഒഴിച്ച് അത് കറക്റ്റ് ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളത് ഡിമോൾഡ് ചെയ്തെടുക്കാം. കിട്ടും. പിന്നെ നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇങ്ങനത്തെ ക്ലിയർ സോപ്പ് ആകുമ്പോൾ എപ്പോഴും റാപ്പിംഗ് ആണ് നല്ലത്. ബോക്സിൽ ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാനായിട്ട്. അപ്പോൾ തീരെ പൊടി കിടക്കാതിരിക്കാൻ നമ്മളിത് സീൽ ചെയ്ത് നമ്മളിത് സെയിൽ ചെയ്ത് ഞങ്ങളുടെ സ്റ്റിക്കർ വെച്ച് നമ്മളിത് സെയിലിന് വെക്കണം. ഈ ഡോങ്കി മിൽക്കിന്റെ സോപ്പ് അല്ലാതെ വേറെ എന്തൊക്കെ സോപ്പുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്? വേറെ കുറെ സോപ്പുകളുണ്ട്. മിന്റ് സോപ്പ് ഉണ്ട്. മിന്റ് ആണ്. നമുക്കൊരു കൂളിംഗ് എഫക്ട് കിട്ടും നമുക്കത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് ഓറഞ്ച് ഹണിയാണ്. എപ്പോഴും എല്ലാവർക്കും സൗന്ദര്യം നോക്കുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. ഇത് വരുന്നത് മുൾട്ടാണിമിട്ടിയാണ്. ഇത് ശംഖുപുഷ്പത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതെ, ഇത് റെഡ് വൈൻ്റെ ആണ്. റെഡ് വൈനും ഇത് തന്നെ. നമുക്കിപ്പോൾ കോളേജ് പിള്ളേർക്കൊക്കെ ഇത് എല്ലാതും അറിയാം. അവർ അന്വേഷിച്ചു വരുന്നതാണ് റെഡ് വൈൻ. പിന്നെ ഇത് ക്യാമൽ മിൽക്ക് ആണ്. ക്യാമൽ മിൽക്ക് സോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാമൽ മിൽക്ക് ഉണ്ടോ? യെസ്, ക്യാമൽ മിൽക്ക്. ഇത് എവിടുന്ന് നിങ്ങൾ ഈ ഒട്ടകപ്പാൽ കൊണ്ടുവരുന്നത്? നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ഡോങ്കി മിൽക്ക് കിട്ടുന്നവിടെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അതെ, പുറത്തുനിന്നാണ് വരുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോക്കനട്ട് മിൽക്ക് ആണ്. അത് നമ്മളിവിടെ തന്നെ എടുത്ത് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇത് ചാർക്കോളാണ്. ചാർക്കോൾ സോപ്പാണ്. അത് എനിക്ക് കഴുത്തിൽ കറുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അവർക്ക് വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പാണ്. അങ്ങനെ സ്കിൻ ഫ്രണ്ട്ലി ആണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ പോകും. പിന്നെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട്. നമ്മുടെ ഷിയ ബട്ടർ ആണ് വരുന്നത്. ഷിയ ബട്ടർ അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാരണ കുട്ടികൾക്ക് കുളിക്കാനായിട്ട് നമ്മൾ സാധാരണ നോർമൽ സോപ്പുകളൊക്കെയാണ് വാങ്ങിക്കണേ. പക്ഷെ കൊച്ചു കുട്ടികൾക്കും ഈ സോപ്പ് യൂസ് ചെയ്യാം. അത് സ്കിന്നിന് വളരെ മോയ്സ്ചറായിട്ട് ഇരിക്കാണ്ട് ഭയങ്കര ഡ്രൈനെസ്സോട് കൂടിയിരിക്കുന്ന കുട്ടികൾ കൊടുക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സോപ്പാണ് ഷിയ ബട്ടർ. ഈ കാണുന്ന സോപ്പുകളൊക്കെ നമ്മൾ കുഞ്ഞുമക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതില് ചാർക്കോൾ ഒന്നും ഞാൻ പറയുന്നില്ല. ചാർക്കോൾ വേണ്ട. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോള് പിന്നെ ഒരു കോഫി വരുന്നുണ്ട്. എനിക്ക് കൂടുതലും കുഞ്ഞുമക്കൾക്ക് ഏറ്റവും നല്ലത് ഷിയ ബട്ടർ, ക്യാമൽ മിൽക്കോ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് മിൽക്കിലോ ഒക്കെ ചെയ്യുന്ന സോപ്പുകളാണ് കുഞ്ഞുമക്കൾക്ക് നല്ലത്. പിന്നെ വരുന്നത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് ഗിഫ്റ്റ് പാക്കറ്റ് പോലെ നമ്മൾ അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന സോപ്പുകളാണ്. അതെ, അപ്പോൾ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡോങ്കി മിൽക്ക് അങ്ങനെ ഓരോന്ന് സ്പെഷ്യലായിട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊരു റാപ്പ് ചെയ്ത് നമ്മളൊരു ഗിഫ്റ്റ് പാക്ക് പോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റ് ആയിട്ടാണ്. ഇതൊരു ഓർഡറാണ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് അവർക്ക്
ഒരു കവർ പോലെ ആക്കി അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന് നമുക്ക് നല്ല ഓർഡറുകൾ ഉണ്ട്. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ല ഗിഫ്റ്റ് ആണല്ലോ. അപ്പൊ അത് മാറി നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നപ്പോ അത് കുറെ പേർക്ക് അതൊരു ഇഷ്ടം വന്ന് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ കണ്ടിരിക്കുന്ന സോപ്പുകളാണ്, പല ടൈപ്പ് സോപ്പുകൾ കണ്ട്. ഇത് കൂടാതെ വേറെ എന്താ ചെയ്യുന്നത്? പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഇപ്പൊ നമ്മൾ ഒരുവിധം പേരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് ഡാൻഡ്രഫ് കൊണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഷാമ്പു ആണ് ഇത് വെക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്മൂത്തനിങ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഒരു പരപരാന്നിരിക്കുന്ന ഒരു ഇതുണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഷാമ്പു യൂസ് ചെയ്ത് അങ്ങനെ വരില്ല. കുറച്ച് സോഫ്റ്റ്നെസ്സോട് കൂടിയാണ് ഹെയർ എടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ഹെന്ന പേസ്റ്റ് ആക്കി കൊടുക്കും. ഇപ്പൊ എല്ലാവരും തിരക്കിലാണ്, ജോലിക്കാര് പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാനോ എടുക്കാനോ ഒന്നിനും സമയമില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസറിലോട്ട് തന്നെ തിരിച്ചെടുത്ത് വെച്ചാൽ 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പാക്കായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നത് ഹെന്ന പൗഡർ. അത് നമ്മൾ അതില് നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട, വെള്ളം ചേർക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരെ എടുക്കുക. നമ്മൾ എങ്ങനെ കൈവച്ചാണെങ്കിൽ കൈവച്ച്, ബ്രഷ് വെച്ചാണെങ്കിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. വേറെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. സമയലാഭമാണ്. ഇപ്പൊ എല്ലാവർക്കും സമയമില്ലാത്തവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഓർഗാനിക് ആണ്. നമ്മൾ ഒരു എക്സ്ട്രാ നമ്മളിപ്പോ ഒരു കളറിന് വേണ്ടിയിട്ട് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഓർഗാനിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതൊരു മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിലോട്ട് വെക്കണം. കാരണം ഓർഗാനിക് ആയതുകൊണ്ടാണ്. കെമിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വയ്ക്കായിരുന്നു. പക്ഷേ ഇത് ഓർഗാനിക് ആയതുകൊണ്ട് നിങ്ങളിത് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5-6 മാസം വരെയൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് വരുന്നത് ലിപ് ബാം. അത് ബീട്രൂട്ടിന്റെ ലിപ് ബാം ആണ്. ലിപ് ബാം ചെയ്യുന്നുണ്ട്. അത് ഫുള്ളി ഓർഗാനിക് ആണ്. അത് ബീട്രൂട്ടിന്റെ പൗഡറും ബീട്രൂട്ടിന്റെ എസെൻഷ്യൽ ഓയിൽ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ഇത് നിങ്ങൾ ഇവിടെ തന്നെ ചെയ്യാണ്. ഇതിന്റെ പ്രോസസ് രീതി എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും പിന്നെ ഒലിവ് ഓയിലും വെച്ചിട്ട് യൂസ് ചെയ്ത് നമ്മളിതൊന്ന് ചൂടാക്കി, അതായത് ഡബിൾ ബോയിലിംഗ് അല്ലെങ്കിൽ ഓവൻ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ബീട്രൂട്ടിൻ്റെയും എസെൻഷ്യലും പൗഡറും കൂടി ആഡ് ചെയ്ത് നമ്മളിത് സെറ്റാക്കി എടുക്കുകയാണ്. അതായത് മുകളിലോട്ട് ഒഴിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. അപ്ലൈ ചെയ്യുന്നതാണല്ലോ. അപ്പൊ പിന്നെ അറിയാം ഇതിൽ നമ്മളൊരു കെമിക്കൽ ആഡ് ചെയ്യണില്ല. ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ എങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹോൾസെയിലേഴ്സ് ആണ് നമ്മുടെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. റിസോർട്ടുകളിലേക്കൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് റീറ്റെയിലേഴ്സിനും കൊടുക്കുന്നുണ്ട്. അതായത് ഓൺലൈനായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. വാട്സാപ്പ് നമ്പറിലോട്ട് നമുക്കൊരു മെസ്സേജ് ചെയ്താൽ മതി. നമ്മളിത് ഡെലിവറി ചെയ്ത് കൊടുക്കും. അതായത് കൊറിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എത്ര ദൂരത്താണെങ്കിലും പ്രശ്നമില്ല. നമ്മളത് ഡെലിവറി ചെയ്ത് കൊടുക്കും. പുറത്തേക്കൊക്കെ ആൾക്കാർ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. കുറെ പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറെ പേര് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലേറ്റീവ്സിനെ കൊടുത്തിട്ട് അവർ തന്നെ വരുന്ന ദിവസം അവരുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ കൊണ്ടുപോകുന്നു. അങ്ങനെ കുറെ പേരിലോട്ട് ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞു. ഇതിന്റെ പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? പ്രൈസ് വരുന്നത് ചാർക്കോൾ വരുന്നത് 80 റുപ്പീസ് ആണ്. 80 to 250 ആണ് നമ്മുടെ റേഞ്ച് വരുന്നത്. പിന്നെ ഗോട്ട് മിൽക്ക് വരുന്നത് 100 റുപ്പീസ് ആണ്. ഡോങ്കി മിൽക്ക് വരുന്നത് 200 ആണ്. 200 ആണ്. അത് 100 ഗ്രാം ആണ്. എല്ലാം നമ്മുടെ 100 ഗ്രാം ആണ്. സോപ്പുകളെല്ലാം 100 ഗ്രാം ആണ്. പിന്നെ ഇത് ക്യാമൽ മിൽക്ക് ആണ് വരുന്നത്. അത് 250 ആണ്. 250 രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഏറ്റവും റേറ്റ് കൂടിയതാണ് ഒട്ടകത്തിന്റെ വരുന്നത്. പിന്നെ ഇതൊക്കെ 80 റുപ്പീസിന്റെ ആണ്. റെഡ് വൈൻ അതുപോലെ മിന്റ് ഒക്കെ 80 രൂപയുടെ സോപ്പുകളാണ്. പിന്നെ അതേപോലെ തന്നെ ലിപ് ബാം പറഞ്ഞല്ലോ. ലിപ് ബാമിന് 50 രൂപയാണ് വരുന്നത്. ഇതൊരു 15 ഗ്രാമോളം ഉണ്ട്. 15 ഗ്രാം. അത് എത്ര ദിവസം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും? ഇതൊരു 2 മാസമൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. വളരെ കുറച്ചല്ലേ എടുക്കുള്ളൂ. ചുണ്ടിലേക്ക് മാത്രമുള്ളതല്ലേ. പിന്നെ വരുന്നത് ഡാൻഡ്രഫ് ഷാമ്പു ആണ്. അത് 200 രൂപയാണ് വരുന്നത്. 100 ml ആണ് ഇതിന്റെ ഇത് വരുന്നത്, അളവ് വരുന്നത്. ഓക്കെ. ഇതിപ്പം നിങ്ങളിപ്പോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ ഒത്തിരി പേർക്ക് ചിലപ്പോൾ ഇത് ചെയ്ത് തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഒരു വീട്ടിലൊക്കെ ഇരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തെങ്കിലും? തീർച്ചയായിട്ടും പഠിപ്പിക്കും. കാരണം വീട്ടമ്മമാർ അത് ചെയ്യണം. രഹസ്യമാക്കിയിട്ട് വെക്കുകയല്ലേ ചെയ്തത്? അല്ലല്ല, രഹസ്യമൊന്നുമില്ല. നമ്മളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അവർ ചെയ്യട്ടെ. വീട്ടിൽ വെറുതെ ഇരുന്ന് വീട്ടമ്മമാർ നേരം കളയാണ്. അപ്പൊ അവരെല്ലാവരും കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഓൺലൈനാണ് കോഴ്സ് നടക്കുന്നത് കേട്ടോ. ഓഹോ, ക്ലാസ് ഓൺലൈനാണ്. ഇൻഡിവിജ്വൽ ക്ലാസ് ആണ്. എത്ര ദിവസം എടുക്കേണ്ടി വരും ഇത് പഠിക്കാൻ? 4 ദിവസമേ ഉള്ളൂ. അത്രയും ഉള്ളൂ? അതെ, 4 ദിവസമേ ഉള്ളൂ. ഓഹോ, അപ്പോഴത്തേക്ക് ഒരു സംരംഭകയായിട്ട് സംരംഭകയായിട്ട് ഇത്രയാണ് ഫെഡോറയുടെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച?
കാണാൻ നല്ല എന്തൊരു ഭംഗിയല്ല, എത്ര കളേഴ്സ് എത്ര ഫ്ലേവറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3500ഓളം രൂപ വില വരുന്ന പാല് വെച്ചിട്ട് ചെയ്യുന്ന ഡോങ്കി മിൽക്ക് സോപ്പ് നമ്മുടെ കൈകളിലേക്ക് ചെയ്തു തരുന്നുണ്ട്. അതുപോലെ ഒത്തിരി സോപ്പുകൾ, ക്യാമൽ മിൽക്കിൻ്റെത്, സാധാ ഗോഡ് മിൽക്കിൻ്റെത്, അത് കൂടാതെ ഒത്തിരി മറ്റുള്ള സോപ്പുകളും ചെയ്തിട്ടാണ് ഇവിടുന്ന് രജി ചേച്ചി ഇതൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഷാമ്പു, ഡാൻഡ്രഫിന്റെ ഷാമ്പു ഉണ്ട്, ലിപ് ബാം ഉണ്ട്, തലയിലുള്ള നമ്മളെ മുടിക്ക് ഒരു കളർ കൊടുക്കാനുള്ള ഹെന്ന നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതൊക്കെ സിമ്പിളായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഹെന്നയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യമുള്ളത്. കാരണം ഒത്തിരി സ്ത്രീ സംരംഭകര് കേരളത്തിൽ നമ്മുടെ മുന്നിലേക്ക് വലിയ രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഷെയർ അല്ല നമ്മുടെ സപ്പോർട്ട് തന്നെയാണ് ഇവരൊക്കെ വലിയ രീതിയിലൊരു സഹായമായി മാറുന്നത്. കൂടാതെ സോപ്പ് നിർമ്മിക്കാൻ പഠിപ്പിച്ചു തരുകയും ചെയ്യുന്നുണ്ട് റിജി ചേച്ചി. നിങ്ങൾക്കും പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നെങ്കിലും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. Okay, bye.